കഴുത്തിലെ മാല പിടിച്ച് കഴുത്ത് മുറിഞ്ഞു. ബാക്കി 8 പവന്റെ മാലയാ, 3 പവനെ കിട്ടിയിട്ടും ബാക്കി കള്ളനെടുത്തുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ 10,000 കാര്യങ്ങളൊക്കെ ഇട്ടോ, പക്ഷെ മൊബൈൽ പോയാലും കൂടെ നിങ്ങൾക്ക് കിട്ടും. ബാക്കി സ്വർണ്ണമാല പോയാൽ നിങ്ങൾക്ക് കിട്ടാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ്. ഒരു കാരണവശാലും കിട്ടില്ല. എന്നൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ ഇമീഡിയറ്റ് 139 എന്ന് പറഞ്ഞ ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. കേൾക്കുന്നില്ല ലേഡീസ്? തലശ്ശേരി ആയാലും മംഗലാപുരത്തായാലും ബാംഗ്ലൂർ ആയാലും എവിടുന്നും ഫ്രീ നമ്പറാണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിളിക്കാം. എമർജൻസി ആയിട്ട് നമ്മൾ അടുത്ത സ്റ്റേഷനിലേക്ക് കാണുമ്പോൾ തന്നെ നേരെ അങ്ങേ ഭാഗത്ത് പോകും. നമുക്കൊരു പേപ്പറും 10 മിനിറ്റ് പോകും. നിങ്ങൾ മനസ്സിലാക്കിക്കോ. പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യങ്ങളൊക്കെ എഴുതലും അത് ബോഡി വീട്ടിൽ കൊണ്ടൊക്കെ ഇല്ലു. വീട്ടിലും കൂടി നമ്മൾ കൊണ്ടുപോയില്ല. അതിലും ബാക്കി ഹോസ്പിറ്റൽ അധികം കൊണ്ടുപോകും. അതുകൊണ്ട് അങ്ങനെയുള്ള മരണം നിങ്ങളെ മക്കളെയും നിങ്ങൾ ക്ഷണിച്ചു വരുത്തണ്ട. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ലേഡീസിനെ യാത്രയാക്കാൻ പലരും പറയും റെയിൽവേയിൽ മക്കളെ ഒറ്റയ്ക്ക് യാത്രയാക്കാൻ പറ്റൂല, അല്ലെങ്കിൽ പേടിയാ. ഇപ്പൊ ഒരു പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ നിങ്ങളെ പിന്തുടരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉദാഹരണത്തിൽ ഇപ്പൊ മംഗലാപുരം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം വരെ വരുന്ന ഒരു യാത്രക്കാരി ഒരാളാണെങ്കിൽ, സിംഗിൾ ലേഡി ആണെങ്കിൽ RPFന്റെ വനിതാ കോൺസ്റ്റബിൾ എല്ലാ സ്റ്റേഷനിലും പോയിട്ട് മേരി സഹേലി എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. നിങ്ങളെ വന്നിട്ട് എന്തോ പ്രശ്നമുണ്ടോ തിരുവനന്തപുരം എത്തുന്നവരെ നിങ്ങളോട് ചോദിക്കും.